നമസ്കാരം, ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമാധാനപൂർണമായി അവസാനിച്ചു. ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വോട്ടിംഗ് മെഷീൻ കുറച്ചു നേരത്തേക്കെങ്കിലും തകരാറിലായതൊഴിച്ചാൽ സമാധാനപൂർണമായി ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ്. ഈ മാസം 13-നാണ് വോട്ടെണ്ണൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ വിജയമുണ്ടാക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് തന്റെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാറ്റത്തിന്റെ പുതുവെളിച്ചമാണ് സംസ്ഥാനത്താകമാനം തനിക്ക് അനുഭവപ്പെട്ടതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ഇത്തവണ ചരിത്ര വിജയം നേടുമെന്ന് രമേശ് ചെന്നിത്തല MLA അഭിപ്രായപ്പെട്ടു. തന്റെ സമ്മതിദാനാവകാശം നിർവഹിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. വാർത്തകൾ വിശദമായി. ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമാധാനപൂർണമായി അവസാനിച്ചു. ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമാധാനപൂർണമായി അവസാനിച്ചു. ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെ എല്ലായിടങ്ങളിലും തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീനിൽ ചില സാങ്കേതിക തകരാർ ഉണ്ടായതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ തെരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തിയായി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ 60ഓളം ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഓരോ മണിക്കൂറിലെയും പോളിംഗ് വിവരങ്ങൾ പോൾ മാനേജർ ആപ്പിലൂടെ പ്രിസൈഡിംഗ് ഓഫീസർമാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാതല മോണിറ്ററിംഗ് കേന്ദ്രത്തിന്റെ പ്രവർത്തനവും വിജയകരമായി നടത്തി. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി വോട്ടിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ മിക്കവാറും ബൂത്തുകളിൽ നീണ്ട ക്യൂ അനുഭവപ്പെട്ടു. ഭിന്നശേഷിക്കാർക്കും കാഴ്ച പരിമിതക്കാർക്കടക്കം പ്രത്യേക സൗകര്യവും കുടിവെള്ളമടക്കം ഓരോ പോളിംഗ് ബൂത്തിലും ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാസം 13-നാണ് വോട്ടെണ്ണൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ വിജയമുണ്ടാകുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. തന്റെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനകരമായ വിജയം കൈവരിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. പാലമേട് പഞ്ചായത്ത് മറ്റപ്പള്ളി വാർഡിലെ നൂറനാട് CPM HSS-ൽ 1-ാം നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിലും അഭിമാനോജ്വലമായ വിജയം നേടും. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ട വിജയമായിരിക്കും ഇടതുപക്ഷ മുന്നണിക്ക് ഇക്കുറി ഉണ്ടാവുക. കാരണം അത്രമേൽ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും സുപ്രധാനമായ ചർച്ചാ വിഷയമായിരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ ധാർമ്മികതയെ ഉയർത്തിപ്പിടിക്കുന്നവർ, വികസനത്തിന്റെയും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയും കാര്യങ്ങളെല്ലാം ഗൗരവതരമായി കണക്കാക്കുന്നവർ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ കാണുന്നതെല്ലാം അത് തന്നെയാണ്. വോട്ടെടുപ്പിന്റെ ഈ നിമിഷം വരെയും ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി തന്നെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്ന് ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെടുന്നുണ്ട്. അതെല്ലാം തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ പ്രതിഫലിക്കും. ചിലയിടങ്ങളിലെല്ലാം കോൺഗ്രസും BJPയും തമ്മിലുള്ള ബാന്ധവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ നിർത്താതെ ഇരു കൂട്ടരും തമ്മിലുള്ള ധാരണകൾ പ്രകടമായിട്ടുണ്ട്. അതൊക്കെ ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയുള്ള ഒരു റിഹേഴ്സൽ പോലെ ഇക്കാര്യത്തെ കണക്കാക്കുന്നവരുണ്ട്. പക്ഷെ എന്നാൽ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഉജ്ജ്വലമായ വിജയം LDF-ന് നേടാൻ കഴിയും. മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ട വിജയമായിരിക്കും ഇക്കുറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടാവുകയെന്നും അത്രമേൽ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിയതായും അതെല്ലാം തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. വികസന പ്രവർത്തനങ്ങളെ ഗൗരവകരമായി കണക്കാക്കുന്ന ഏവരും ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുമെന്നും പി പ്രസാദ് കൂട്ടിച്ചേർത്തു. ചിലയിടങ്ങളിൽ കോൺഗ്രസും BJPയും തമ്മിൽ ധാരണയായിട്ടാണ് മത്സരിക്കുന്നതെന്നും പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ അടക്കം നിർത്താതെ ഇരു കൂട്ടരും തമ്മിൽ ധാരണയുണ്ടായിട്ടുള്ളതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാറ്റത്തിന്റെ പുതുവെളിച്ചമാണ് സംസ്ഥാനത്താകമാനം തനിക്ക് അനുഭവപ്പെട്ടതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അഭിപ്രായപ്പെട്ടു. ആലപ്പുഴയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു KC വേണുഗോപാൽ. കേരളത്തിലാകമാനം നല്ല മാറ്റമാണ് തനിക്ക് അനുഭവപ്പെട്ടതെന്നും LDF സർക്കാരിനെതിരെയുള്ള ജനവികാരം അവർക്കെതിരായ വോട്ടായി മാറുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ഞാനിപ്പോൾ കേരളത്തിലെ എല്ലായിടത്തും പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോയിരുന്നു. ഇന്നലെ പാലക്കാടും മലപ്പുറത്തുമായിരുന്നു. കേരളത്തിലാകമാനം ഒരു നല്ല മാറ്റമാണ് ദൃശ്യമായിട്ടുള്ളത്. ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള നല്ല മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതാണ് ജനങ്ങളുടെ പ്രതിഫലനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അതിനെന്താണ് കാരണമായിട്ട് വരുന്നത്? അത് നിലവിലുള്ള സർക്കാരിനോട് അപ്രീതി ജനങ്ങൾക്കുണ്ടെന്ന് വ്യക്തമായിട്ടും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ അവർക്ക് അപ്രീതിയുണ്ട്. നിലവിലുള്ള ഭരണത്തോട് മടുപ്പുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചിന്താഗതി ജനങ്ങൾക്കുണ്ട്. കൃത്യമായിട്ടും പരിപാടിയുമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി വന്നിരിക്കുന്നത്. ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് UDF അനുകൂലമായ ഒരു വോട്ടുണ്ടാകും. UDF നല്ല മുന്നേറ്റം ഉണ്ടാകും. കൈതവന വിമല ഹൃദയനാഥ ദൈവാലയത്തിലെ മാതാ നികേതൻ ഹാളിലെ 1-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ മാറ്റം ഇവിടെ ഉണ്ടാകും. നിലവിലുള്ള സർക്കാരിനോടുള്ള അപ്രീതിയും അമർഷവും ഭരണത്തോടുള്ള മടുപ്പും ജനങ്ങൾക്ക് വർദ്ധിച്ചതായും KC വേണുഗോപാൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇറക്കിയ പ്രകടന പത്രിക ജനങ്ങൾ മനസ്സിലാക്കിയതായും UDFന് നല്ല മുന്നേറ്റം ഉറപ്പാണെന്നും KC വേണുഗോപാൽ MP കൂട്ടിച്ചേർത്തു. UDF ഇത്തവണ ചരിത്ര വിജയം നേടുന്നത് രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. തന്റെ സമ്മതിദാനാവകാശം നിർവഹിച്ചതിനു ശേഷം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു രമേശ് ചെന്നിത്തല. ഇത്തവണ UDF ചരിത്ര വിജയം സ്വന്തമാക്കുമെന്ന് രമേശ് ചെന്നിത്തല MLA അഭിപ്രായപ്പെട്ടു. മണ്ണാർശാല UPSലെ 1-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF ഒരു ചരിത്ര വിജയം നേടാൻ പോവുകയാണ്. 2010 ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിജയം ഉണ്ടായത്. 70% പഞ്ചായത്തുകൾ അന്ന് വിജയിക്കുകയുണ്ടായി. ഇപ്പോൾ അതിനേക്കാൾ വലിയ വിജയം ഉണ്ടാകാൻ പോവുകയാണ്. കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും ഈ ശബരിമലയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിനോടും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവരോടും കടുത്ത പ്രതിഷേധത്തിലാണ്. ഇനിയും ശബരിമല കൊള്ള നടത്തിയ ആളുകളെ ഇനിയും കയ്യാമം വെച്ച് ജയിലിൽ അടക്കേണ്ടിയിരിക്കുന്നു. അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അയ്യപ്പനോട് കളിച്ചിട്ടുള്ളവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ഇത് വൻതോതിൽ വലിയ ആളുകൾ ഇനി 2010 നേടിയതിനേക്കാൾ വലിയ വിജയം ഇത്തവണ തങ്ങൾ നേടും. കേരളത്തിലെ ജനങ്ങൾ ശബരിമല വിഷയത്തിലടക്കം സർക്കാരിനോടും സർക്കാരിന് നേതൃത്വം നൽകുന്നവരോടുമുള്ള കടുത്ത പ്രതിഷേധം വോട്ടായി രേഖപ്പെടുത്തും. ശബരിമലയിൽ കൊള്ള നടത്തിയവരെ കയ്യാമം വെച്ച് തുറങ്കലിൽ അടക്കേണ്ടിയിരിക്കുന്നു. അവരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കാൻ പാടില്ല. അയ്യപ്പനോട് കളിച്ചിട്ടുള്ളവരാരും രക്ഷപ്പെട്ടില്ല എന്നു രമേശ് ചെന്നിത്തല MLA കൂട്ടിച്ചേർത്തു. ജനമനസ്സുകളെ വ്രണപ്പെടുത്തിയ സർക്കാരിനെതിരായുള്ള തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് KPCC ഉപാധ്യക്ഷൻ A ഷുക്കൂർ പറഞ്ഞു. സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ വോട്ട് നിർവഹിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിനേക്കാൾ ഏറെ ജനമനസ്സുകൾ ഇത്രയേറെ വ്രണപ്പെടുത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ആ നൊമ്പരങ്ങളും വേദനയും എല്ലാം തന്നെ സർക്കാരിനെതിരായ വോട്ടായി മാറുമെന്നും KPCC ഉപാധ്യക്ഷൻ കൂടിയായ A ഷുക്കൂർ പറഞ്ഞു. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിന് പ്രാദേശിക ഭരണകൂടത്തിന്റെ തെരഞ്ഞെടുപ്പും എന്നുള്ളതിനും അപ്പുറം ജനമനസ്സുകളിൽ വലിയ അമർഷം, ആ അമർഷം രേഖപ്പെടുത്തുന്നതിന്റെ ചിത്രം നമുക്കിവിടെ കാണാൻ കഴിയുകയാണ്. കാരണം അതിരാവിലെ ക്യൂ മുറിയുന്ന പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു തടസ്സമില്ല, നിശ്ചൂതമായി വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമ്മതിദായകരെയാണ് കാണുന്നത്. എന്താണ് അവരുടെ മനസ്സിലെ ഒരു വലിയ വികാരം, വലിയ പ്രതിഷേധം, അത് പ്രകടിപ്പിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. രാഷ്ട്രീയത്തിനും എല്ലാം അപ്പുറം തന്നെ ജനമനസ്സുകൾ അത്രമാത്രം വ്രണതരാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേദനയുണ്ട്. ആ നൊമ്പരങ്ങൾ രേഖപ്പെടുത്തുന്ന ഒന്നായി തെരഞ്ഞെടുപ്പ് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഐക്യജനാധിപത്യ മുന്നണിക്ക് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, 2010 വിജയത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പോകും. ഫലം അതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സർക്കാരിന്റെ ഒരു സംശയമില്ലല്ലോ. സർക്കാരിന്റെ വിലയിരുത്തൽ തന്നെയാണല്ലോ. സർക്കാർ അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് പറഞ്ഞില്ല, സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് പറഞ്ഞില്ല, ഇപ്പോഴും പറയുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സംസ്ഥാന സർക്കാരിന്റെ നടപടികളെ എത്രമാത്രം ജനങ്ങൾക്ക് താല്പര്യമുണ്ട്, എത്രമാത്രം പ്രതിഷേധമുണ്ട് എന്നുകൂടി രേഖപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. അല്ല, ഞങ്ങൾക്ക് അതിനകത്ത് കടുത്ത നിലപാടുണ്ട്. എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ശിക്ഷിക്കപ്പെടണം. ഏത് കോടതിയിൽ പോയാലും തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും.
ആ ആ ആത്മവിശ്വാസം ഞങ്ങൾക്കെല്ലാം ഉണ്ട്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ചെറുപ്പമാണ്, അയാള് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ശിക്ഷ വാങ്ങിയേ പറ്റൂ. ആലപ്പുഴ നഗരസഭ CB വാർഡിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2010 വിജയത്തിനേക്കാൾ ഐക്യജനാധിപത്യ മുന്നണി വലിയ വിജയം കൈവരിക്കുമെന്നും സർക്കാരിന്റെ വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പെന്നും, എന്നാൽ സർക്കാർ ആ നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയില്ല എന്നും ഷുക്കൂർ പരിഹസിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിനെതിരെ പൊതുജനങ്ങൾക്ക് എത്രമാത്രം പ്രതിഷേധമുണ്ടെന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയുമെന്നും ഷുക്കൂർ കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയത്തിനുപരിയായുള്ള സമ്മതിദാനാവകാശമായിരിക്കും ത്രിതല പഞ്ചായത്തിൽ ഏവരും നിർവഹിക്കുകയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തന്റെ കുടുംബത്തോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തിനുപരിയായുള്ള സമ്മതിദാനാവകാശമായിരിക്കും ത്രിതല പഞ്ചായത്തിൽ ഏവരും നിർവഹിക്കുകയെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കുടുംബത്തോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോളിംഗ് ശതമാനം നല്ലതാണെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നല്ലത് തന്നെയല്ലേ. കാരണം ജനവിധി നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനാഭിപ്രായം രേഖപ്പെടുത്തുവാൻ ജനങ്ങൾ അഹമികയായി ഇന്ന് വാശിയോടുകൂടി വരുന്നു എന്നുള്ളത് നല്ല ലക്ഷണമാണ്. പ്രത്യേകിച്ചും ഇന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും വളരെ വാശിയോടുകൂടി ഈ ത്രിതല പഞ്ചായത്തിൽ മത്സരത്തിൽ ഭാഗമാക്കുകയാകുകയും മത്സരത്തോടുകൂടി വളരെ മത്സരബുദ്ധിയോടുകൂടി ഈ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ത്രിതല പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു മാർഗരേഖ കണക്കാക്കിക്കൊണ്ട് നമുക്കിതെല്ലാം കണക്കുകൂട്ടരുത്. ഞാനൊരു നേരെ പറയുകയാണ്, ഈ ത്രിതല പഞ്ചായത്തിൽ ആളുകളെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയത്തിനുപരി ആ വരുന്ന ആ സ്ഥാനാർത്ഥിയുടെ ഗുണം വേണ്ട പ്രാദേശികമായ സ്വാധീനങ്ങൾ, വ്യക്തിപരമായ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഇതെല്ലാം കണക്കാക്കി രാഷ്ട്രീയത്തിനുപരിയായി ഉള്ള ഒരു തീരുമാനമായിരിക്കും ആ വോട്ടർക്ക് കിട്ടുന്ന വോട്ട്. പക്ഷെ പാർലമെന്റിലോ അസംബ്ലിയിലോ വരുമ്പോൾ മാറ്റം നിങ്ങൾ ആലോചിക്കുന്ന കഴിഞ്ഞ പഞ്ചായത്ത് കഴിഞ്ഞു, അസംബ്ലി വന്നു, പാർലമെന്റ് മൂന്ന് തരത്തിലായി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷം നേടിയ ആളുകൾക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് നേടാൻ സാധിക്കാറില്ല. അപ്പോൾ നമ്മുടെ വോട്ടിംഗ് പാറ്റേണും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളുടെ മനസ്സൊന്നും, ത്രിതല പഞ്ചായത്ത് വരുമ്പോൾ മറ്റൊന്നും, രണ്ടുമല്ലാത്ത ഒന്നാണ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോഴും. അങ്ങനെ 3 തരത്തിലാണ് നമ്മുടെ വോട്ടിംഗ് പാറ്റേൺ ജനങ്ങൾ നിശ്ചയിക്കുന്നതും പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത്. പ്രത്യേകിച്ച് തുടർന്ന് ത്രിതല പഞ്ചായത്ത് കേരളമെമ്പാടും വളരെ വാശിയോടുകൂടി 3 മുന്നണികളും പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് സത്യമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ പറഞ്ഞു കേട്ടു, നല്ല വോട്ടിംഗ് ശതമാനം ഉണ്ടായി. ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ. ആലപ്പുഴ വളരെ വാശിയോടുകൂടിയാണ് മത്സരം നടക്കുന്നത്. ഒത്തിരി തരംഗത്തിന്റെ ഒന്നും പറയാനൊക്കത്തില്ല. ആളുകൾക്ക് വോട്ട് ചെയ്യണമെന്നുള്ള വിചാരങ്ങൾ ത്രിതല പഞ്ചായത്തിൽ അവർ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി അവരുടേതായ ജനാധിപത്യ അവകാശം രേഖപ്പെടുത്തേണ്ട ഈ അവസരം വീട്ടിലിരിക്കുകയല്ല, ഇറങ്ങി വന്ന് തന്റെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണമെന്നുള്ള വിചാരങ്ങൾ ജനങ്ങളിൽ ഉണ്ടാക്കാൻ ഇന്നത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് സാധിച്ചു. പാർലമെന്റിലേക്കോ അസംബ്ലിയിലേക്കോ ഉള്ള തെരഞ്ഞെടുപ്പിൽ മറിച്ചാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടിയ കക്ഷികൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നിലനിർത്താനായില്ല. ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്തമായിരിക്കും. ഇത്തവണ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും വളരെ വാശിയേറിയ നിലയിൽ മത്സരരംഗത്ത് പ്രവർത്തിച്ചുവെന്നും വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് കൂട്ടിച്ചേർത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമാധാനപൂർണമായി അവസാനിച്ചു. ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വോട്ടിംഗ് മെഷീൻ കുറച്ചു നേരത്തേക്കെങ്കിലും തകരാറിലായതൊഴിച്ചാൽ സമാധാനപൂർണമായി ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ്. ഈ മാസം 13-നാണ് വോട്ടെണ്ണൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ വിജയമുണ്ടാക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് തന്റെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാറ്റത്തിന്റെ പുതുവെളിച്ചമാണ് സംസ്ഥാനത്താകമാനം തനിക്ക് അനുഭവപ്പെട്ടതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ഇത്തവണ ചരിത്ര വിജയം നേടുമെന്ന് രമേശ് ചെന്നിത്തല MLA അഭിപ്രായപ്പെട്ടു. തന്റെ സമ്മതിദാനാവകാശം നിർവഹിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.